മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരാളെ പറ്റിക്കുക എന്നുള്ളതാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കും ഗായ്സ് ഇന്ന് ആൾക്കാർ ഭയങ്കര കുറവ്. ആരെങ്കിലും വരാതിരിക്കില്ല, നമുക്ക് ആരെങ്കിലും കിട്ടും. ഓക്കെ, ദാ ഒരാള് വരുന്നുണ്ടേ. കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ആൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാ. ബാ നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഹായ് 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 ഹായ്. എന്നെ മനസ്സിലായോ? ഇല്ല. എന്റെ പേര് നിത്യ. മെർലിൻ. എന്നെ ഫോളോ ചെയ്യുന്നില്ലേ? ഇല്ലല്ലോ. നോക്ക് ഗൈസ്, നോക്ക്. കഷ്ടമുണ്ട്, ആദ്യമായിട്ടാ ഞാൻ എന്നെ ഫോളോ ചെയ്യാത്ത ഒരാളുടെ മുമ്പിൽ ഞാൻ നിൽക്കണേ. ഇത്ര പോപ്പുലർ ആയി എന്നെ മനസ്സിലായില്ല? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആരാ? മെർലിൻ തന്നെ. മെർലിൻ ഞാനൊരു ചലഞ്ച് ആയിട്ടാ വന്നിരിക്കണേ. അയ്യോ, ഞാൻ ഫുഡ് കഴിച്ചിട്ടാ വന്നേ. ഫുഡ് ചലഞ്ച് അല്ല. പിന്നെ ബോയ് ഫ്രണ്ട് ഇല്ലേ? ഇല്ല. പിന്നെ ഇത്രയും ഭംഗിയുള്ള ഒരാൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്നോ? കള്ളം പറയല്ലേ. ശരിക്കും ഭംഗിയുണ്ടോ? ഭംഗി ഉണ്ടോന്നോ? ഭംഗിയാന്നേ. ബോയ് ഫ്രണ്ട് ഉണ്ടോ? അല്ല, കേശുവിന്റെ ഫ്രണ്ടാണോ? ഓ, കേശു എന്നല്ലേ അപ്പൊ ബോയ് ഫ്രണ്ടിന്റെ പേര്? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ മെറിലാണ്. നമുക്ക് പ്രാങ്കിലേക്ക് കിടക്കാം. അല്ല, എന്താ പ്രാങ്ക്? അതായത് ഫോൺ എടുത്ത് ബോയ് ഫ്രണ്ടിനെ വിളിക്കണം, എന്നിട്ട് പറയണം നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാന്ന്. അയ്യോ, എനിക്ക് ബ്രേക്കപ്പ് ഒന്നും ആവണ്ട. ബ്രേക്കപ്പ് ഒന്നും ആവണ്ട, നമുക്ക് ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്യാമല്ലോ. ആളുടെ റിയാക്ഷൻസ് നോക്കാം, നമുക്കൊന്ന് പറ്റിക്കാന്നേ. കൊള്ളാവുന്ന ഐഡിയ ആണ്. വേണോ? ചെയ്യാന്നേ, നമുക്ക് നോക്കാം. നോക്കാല്ലേ? നോക്കാം. റെഡി. റിങ് ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ റിങ് ചെയ്യുന്നുണ്ട് കോള്. ഹായ് മെർലിൻ. ഹലോ മെർലിൻ, വേണ്ട, എന്താണ് പരിപാടി? ഹലോ, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് എന്ന്. എടാ, ബ്രേക്കപ്പ് എന്ന്. നിനക്ക് ഭ്രാന്താണേ? എനിക്ക് നിന്നെ വേണ്ട. ബ്രേക്കപ്പ്. സീരിയസ് ആണോ? ഭയങ്കര പാവല്ലേ? ഭയങ്കര പാവ. എന്നാലും ഒന്നും പറഞ്ഞേക്കിനി വേണ്ട. അതെ, ഇനി എന്നെ മേലെ വിളിക്കരുത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. എനിക്ക് നിന്നെ വേണ്ട, അത്ര തന്നെ. ബൈ, ബ്രേക്കപ്പ്. പ്രാങ്ക് കൊള്ളാം. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ഇനി ഒന്നും കൂടെ വിളിച്ചിട്ട് പറ പ്രാങ്ക് ആയിരുന്നു എന്ന് പറ. അയ്യോ, ചാർജ് കഴിഞ്ഞു. സ്വിച്ച് ഓഫ് ആയി. സ്വിച്ച് ഓഫ് ആയോ? അപ്പൊ ഗൈസ്, നമ്മുടെ പ്രാങ്ക് ഏറ്റുണ്ട്. നമുക്ക് ഇനി അടുത്ത ആളെ തപ്പി പോവാം. ബാ. അല്ലപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, എന്നെ തൊട്ട് നോട്ടാൻ ഇഷ്ടമല്ലടാ. സ്റ്റാച്ചു. ആരുമില്ലടാ, ഒരു കാര്യമില്ലടാ. സീരിയസ് ആയിട്ട് എടുത്ത മെർലിനാ, എന്താടാ നിനക്ക് സ്ഥലകാല ബോധമില്ലേ? എന്തേ? ഓക്കെയാണോ നീ? നീ അവിടെ ഇരുന്നേ. എന്താടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. മെർലിൻ വിളിച്ചായിരുന്നു. അത് നല്ലതല്ലേ? ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് ഇനി ഞാൻ അവളെ വിളിച്ചുകൂടുന്നു. അയ്യേ, ഈ നിസ്സാര കാര്യത്തിനാണ് ഇവിടെ ഇരിക്കണേ. നിസ്സാര കാര്യമൊന്നും ചേച്ചിക്ക് നിസ്സാര കാര്യമായിരിക്കും, എനിക്ക് നിസ്സാര കാര്യമൊന്നുമില്ല. അവള് പോണെങ്കി പോട്ടടാ. കടുക്കനിട്ടവള് പോയാ കമ്മലിട്ടവള് വരും. പോയേച്ചി അവിടുന്ന്, എനിക്ക് പറ്റൂല. അനിയാ കേശു, എടാ ഈ പ്രേമം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാടാ. കുറച്ച് നാള് പ്രേമിച്ചു കഴിയുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് ബോറടിച്ചു തുടങ്ങും.
അപ്പൊ ഇങ്ങനത്തെ ഓരോ കഥകളൊക്കെ ആയിട്ട് വരും. ചേച്ചി എടാ നീ ഇങ്ങനെ ചേച്ചിന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നീ മെറിനെ കണ്ടിട്ട് എത്ര നാളായി? കുറച്ച് ദിവസമായി. ആ വിളിച്ചിട്ടോ? കുറെ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് വിളിച്ചത്. ആ അപ്പൊ ഇത്രയും ദിവസം നീ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം അവളിങ്ങനെ ആലോചിക്കുമായിരിക്കും. ആലോചിച്ചപ്പോ മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ അതെ കഥം സബ് കുച്ച് കഥം. എന്നാലും ഈ ഫോണൊക്കെ വിളിച്ച് പറയാന്നൊക്കെ പറഞ്ഞാ നേരിട്ട് പറയുന്നതല്ലേ ഒരു സാമാന്യ മര്യാദ. അതിനെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. മെർലിൻ എന്ന സത്യം ഒരസത്യമായിരുന്നു എന്നങ്ങോട്ട് വിചാരിക്കുക. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റിയേ പറ്റുള്ളൂ. മനസ്സമൈനേ വരൂ മധുരം എഴുതും കടിതമേ പൊന്മണി പൊൻവീട്ടിൽ സൗഖ്യമാ ഞാനിങ്ങ് സൗഖ്യമേ. கேசோ எங்கடா போற? അറിഞ്ഞൂടാ. அறிஞ்சூடாவா? டேய் என்னடா ஆச்சு உனக்கு? ജീവിതം ഇത്രയൊക്കെ ഉള്ള ആന്റി. മനസ്സമൈനേ വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടി നീ തേടുവതാരെ ആരെ. ഇതെന്തോന്നാ ഈ പാട്ട് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നേ? അമ്മമ്മ നോക്കിക്കോ, ഈ വീട്ടിൽ ഇന്നൊരു കണ്ണീർ പുഴ ഒഴുകും. കണ്ണീർ പുഴയോ? എന്തോന്നു? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല അമ്മമ്മ, എല്ലാം വെറുതെ. നീ പിന്നെ എന്റെ ജനറേഷനിൽ പെട്ടതാണല്ലോ. അതല്ല, എന്റെ ജനറേഷന്റെ താഴെയുള്ള ജനറേഷൻ. പിന്നെ നിങ്ങളുടെ ജനറേഷന് ഭയങ്കര ഉത്തരവാദിത്വം ചുമതലകളും ഒക്കെ ആണല്ലോ. എന്തോന്നു അമ്മമ്മ, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്കാണ് അതിന്റെ ഇടയിൽ തമാശ പറയണം. நம்ம கேசுக்கு என்னாச்சு? എന്നാச்சு? ஒன்றும் இல்லை, அவன் ரொம்ப வருத்தமா அப்படியே போறது நான் பார்த்தேன். അതവനൊന്ന് ബ്രേക്കപ്പ് ആയതാ. ബ്രേക്കപ്പാ? ഓ ഇത്ര വലിയ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. ഇത് മെറിലായിട്ട് എന്തോ ഒരു അത് കേശുവാണോ ബ്രേക്കപ്പ് ആയേ? യെസ്. ഇവനെന്തോ ഇത് തന്നെയുള്ള പണി. லெச்சு அப்படின்னா இது பெரிய பிரச்சனை ஆயிடும். அவன் ரொம்ப வருத்தமா அப்படியே போறது நான் பார்த்தேன். എങ്ങോട്ട് പോறது പാത്തേ? அப்படியே அந்த பாറமட பக்கத்துல தான் போனா. പാറമടപ്പക്കത്തില് അത് 2 റൗണ്ട് നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. പാറമടപ്പക്കത്തില് ദൈവമേ ബ്രേക്കപ്പ്. പാറമട കേശവ
പോയി കിടക്കണേ. കേശവേടാ, അബദ്ധമൊന്നും കാണിക്കല്ലോ, നിനക്ക് ചേച്ചിണ്ടടാ. കേശവേ, കേശു, വീട്ടില് മോങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഈ പാറമടയുടെ ഇവിടെ വന്നിരുന്ന് മോങ്ങുന്നേ? സാരില്ല കേശു, എടാ അത് വിട്ട് കളയടാ, നീ റിയാലിറ്റിയിലോട്ട് വാ. എന്തോ നീ കിടന്ന് കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് പറ്റൂല ചേച്ചി, എനിക്ക് മോട്ടിവേഷൻ തരാനാണ് വന്നിരിക്കുന്നെങ്കിലേ ചേച്ചി പൊക്കോ, അതൊന്നും നടക്കാൻ പോണില്ല. ഈ പ്രേമ നൈരാശ്യം ഉണ്ടല്ലോ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അത് പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവൂല, കാരണം ചേച്ചി പ്രേമിച്ചിട്ടില്ല. അതിന് മുന്നേ എന്നെ പിടിച്ച് കെട്ടിച്ചിട്ടല്ലേ? എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പ്രേമിക്കണം എന്ന്. കുറെ പേരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പോയി. ചോദിച്ചോ കേശു, സാരില്ലടാ, പോട്ടെ പോട്ടെ. വേണ്ട ചേച്ചി, അവക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവളെ വേണ്ട. ഇനി ഞാൻ അവളുടെ കാര്യം ആലോചിച്ച് ഒരു നിമിഷം പോലും സങ്കടപ്പെടൂല. തീരെ പറ്റണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ആ പാറമടയിലോട്ട് എടുത്ത് ചാട്. അത് പറ്റില്ല, പിന്നെ പോലെ വേറെ പേടില്ല. എന്നാ പ്രശ്നം കഴിഞ്ഞെങ്കിൽ വീട്ടിലോട്ട് പോയാലോ? ഞാനൊന്നും വരൂല. ചെമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോസ്റ്റ് ആണോ ഫ്രൈ ആണോ? റോസ്റ്റ്. എനിക്ക് കുറച്ച് കണക്ക് തീർക്കാറുണ്ട്. ചെമ്മീനോടോ? അവളോട്. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഞം കഴിച്ചിട്ട് കണക്കൊക്കെ തീർത്താ പോരെ? ആ എന്നാ മക്കളെ ഡീറ്റ് വാ, പിന്നെ മോങ്ങാം. പിന്നെ കേശുവേ, ഈ പ്രേമം എന്ന് പറയുന്നത് ഇങ്ങനെയാടാ. ഒരാള് പ്രേമിച്ച് ഇങ്ങനെ ഹൈയിലെത്തുമ്പോ മറ്റൊരാൾ അവിടുന്ന് എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് താഴത്തോട്ടെത്തും. പിന്നെ നമുക്കതിന് കുറ്റം പറയാനും പറ്റൂല. ഫോർ എക്സാമ്പിൾ, നീ ഇപ്പൊ നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി ചോറുണ്ടോണ്ടിരിക്കുക. ഉണ്ട് നിന്റെ വയറങ്ങോട്ട് നിറഞ്ഞു. ബാക്കി ചോറ് നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ആ ചോറ് വേറൊരാള് വന്നിട്ട് നിന്നെ തല്ലി തീറ്റിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നെ കൊണ്ട് തിന്നാൻ പറ്റൂല. ആ ഈ ഒരു ഫീലിംഗ് ആയിരിക്കും മെർലിന്. ചെറിയ വിഷയത്തിനൊക്കെ വന്ന് മോങ്ങാവോ? അത് ഈ കുറ്റിക്കാട്ടില് അവിടെ ഒന്നും മോങ്ങി നിങ്ങൾ എല്ലാം അവിടെ കളിയാക്കൂല. അതിപ്പോ എന്തായാലും കളിയാക്കൂല. കേശോ, 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 ഇവിടെ ലച്ചു ചേച്ചി, കേശു എവിടെ? എന്തിനാ കേശുവിനെ അന്വേഷിക്കണേ? എനിക്ക് അവരോട് കാര്യം പറയാനുണ്ട്. നീയല്ലേ വിളിച്ച് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു പോയത്. എന്നാലും മെറിനെ ചെയ്തത് വളരെ മോശമായി പോയിട്ടോ. ഒന്നെങ്കിൽ ആ ചെറുക്കൻ ഇത്രയും സ്നേഹിച്ചല്ലേ, എന്നിട്ട് ഫോണിൽ വിളിച്ചാണോ ബ്രേക്കപ്പ് ഒക്കെ പറയണേ? എന്റെ ചേച്ചി അതൊരു അബദ്ധം പറ്റിയതാ. പിന്നെ അബദ്ധം വിളിച്ച് ബ്രേക്കപ്പ് പറയുന്നതാണല്ലോ വലിയ അബദ്ധം. ഞാൻ പറയുന്ന ഒന്ന് കേക്കോ പ്ലീസ്? എനിക്കൊന്നും കേക്കണ്ട. പിന്നെ ഒരു കാര്യം,
ഇനി മേലെ ഇങ്ങോട്ട് വരാനും നിക്കണ്ട, എന്നെ ലച്ചു ചേച്ചിന്ന് വിളിക്കാനും നിക്കണ്ട. ചേച്ചി ഞാൻ പറഞ്ഞു ചേച്ചിന്ന് വിളിക്കരുതെന്ന്. ലച്ചു കേശുവിടെ പേര് വിളിക്കുന്ന നിന്നെക്കാളും ഞാൻ എത്ര വയസ്സിന് മൂത്തതാ മെർലിനെ? നീ പേര് വിളിക്കാറായ? അത്രയ്ക്കൊക്കെ വളർന്നാ നീ? ചേച്ചി അങ്ങനെ വിളിച്ചാ മതി. അതല്ലേ ഞാൻ ആദ്യം വിളിച്ചേ. ഇനി ഒന്ന് സമാധാനായിട്ട് ഞാൻ പറയണൊന്ന് കേക്കോ? ഞാൻ പറഞ്ഞാലും എനിക്കൊന്നും കേക്കണ്ട. അത് കേശു ഇവിടെ ഇല്ല, പുറത്തു പോയി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേക്കണ്ട. Please. വേണ്ട. ചേച്ചി ഞാൻ വരുന്ന വഴിക്ക് ഒരു വ്ളോഗറിനെ കണ്ടു. പുള്ളിക്കാരി എന്നെ തടഞ്ഞു നിർത്തി പറഞ്ഞു ബോയ് ഫ്രണ്ടിനെ വിളിച്ച് നമുക്ക് പ്രാങ്ക് ചെയ്യാം, ബ്രേക്കപ്പ് ആണെന്ന് പറയുന്നത്. ഞാൻ അതേപോലെ വിളിച്ച് കേശുവിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് പ്രാങ്ക് ആണെന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. കൊള്ളാം, നല്ല കഥ. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കുന്നു മെർലിനെ? കഥയല്ല, കാര്യായിട്ടാ. വിളിക്ക്. ഞാൻ പറഞ്ഞില്ല കൊച്ച അവനിവിടെ ഇല്ലാന്ന്. അവനോടെ പോയി. എനിക്കറിയാൻ പാടില്ല. കേശു നോണ പറഞ്ഞാലേ കള്ളി. കേശു എടാ ഞാനല്ലേ ചേച്ചി ഈ വഴി കൂടെ പോണേനൊക്കെ എന്തിനാണ് വീട്ടിൽ വിളിച്ച് കയറ്റിയേക്കണ? ഞാൻ വിളിച്ച് കയറ്റിയൊന്നുമല്ല, വലിഞ്ഞേറി വന്നതാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇറങ്ങി പോകാൻ പറ. അത് പോവണ്ടേ, എന്തോരും പറയണം. ചവിട്ടി ഇറക്കി വിട്. നീ ചവിട്ടി ഇറക്കി വിട്, നിന്റെ കൂട്ടുകാരിയല്ലേ. അയ്യോ, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാനുള്ള കാര്യം മൊത്തം ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ ചേച്ചിയെ? പിന്നെ എന്തൊരു പറയാനാണ് ഇനി? നീ ഇത്രയും ദിവസം എന്നെ ഫോൺ വിളിക്കാതിരുന്ന് ആലോചിച്ചത് ഇത് പറയാനായിരുന്നല്ലേ? എടാ ഇത് അങ്ങനല്ല. അയ്യോ, ബ്രേക്കപ്പിന് എൻ്റെ നാട്ടിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ചേച്ചി വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ ബ്രേക്കപ്പിന്? എന്റെ അറിവില് വേറെ അർത്ഥമൊന്നുമില്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ഒരു വ്ളോഗർ പറഞ്ഞിട്ട് ചെയ്തതാ. വ്ളോഗർ അവൻ ഇവൻ എവനെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നൊക്കെ വിളിച്ച് നമ്മളെ പറയും ബ്രേക്കപ്പ് തന്നെ. നീ ചുമ്മാ തമാശ കളിക്കല്ലേ. തമാശ കളിക്കല്ലേ എന്നാ? ഓ, ഞാനാണല്ലോ ഇപ്പൊ തമാശ കളിക്കണത്. എന്റെ ലച്ചു ചേച്ചി ഒന്ന് പറയ്. ഞാൻ എന്താ പറയാനാ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളല്ല തീർക്കണ്ടേ. എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറയ്. അബദ്ധം പറ്റിയത് അവക്കല്ല, എനിക്കാണ് ചേച്ചി. എനിക്കാണ് അബദ്ധം പറ്റിയത്. അതേ എവളുടെ അടുത്ത് പോവല്ലെന്ന് പറയണല്ലേ ചേച്ചി? എനിക്ക് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാത്തിനും എന്താടാ അകത്തെന്തൊരു തേങ്ങ ഇരുന്നിട്ടാണ് ഇതെല്ലാം അവിടെ അടച്ചു കൂട്ടി വെക്കണത്. എന്തോന്നു ബി എന്നല്ലേ പറയും? അതെ ബ്രേക്കപ്പ് മെർലിൻ വന്നോ? ആ പോന്നേ ഉള്ളൂ. നീയല്ലേ പറഞ്ഞ അവര് ബ്രേക്കപ്പ് ആയി പോയെന്ന്? ബ്രേക്കപ്പ് ഒക്കെ ആയി, അത് നേരിട്ട് പറയാൻ വന്നതാ അല്ലേ മെർലിനെ? ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലയോ? ഫോണിൽ കൂടെ വിളിച്ച് പറയുന്ന പോരാതെ പിന്നെ വന്ന് നേരിട്ടൊന്നും പറയൂ? എന്റെ അമ്മൂമ്മ അങ്ങനെയൊന്നും അല്ല. എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? மெர்லின் இந்த மாதிரி அடிக்கடி வந்து பிரேக்கப் பிரேக்கப் சொல்லி போகாம ஒரே அடியா வந்து பிரேக்கப் சொல்லி போக வேண்டியதானே? എന്റെ പൊന്ന് കനകാന്റി എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു വ്ളോഗർ ഒപ്പിച്ച പണിയാ. വിശ്വസിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കോ? അയ്യോ കരയല്ലേ. മെർലിനെ, മെർലിൻ പറ, ചേച്ചി കേക്കാം. ഞാൻ വിശ്വസിക്കാൻ നിന്നെ പോരെ? എവിടെ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ കസ്മല എവിടെ? അവള് പോയല്ലെങ്കിൽ അവളെ വിളിച്ചോണ്ടെങ്കിൽ വാ. ഇതിനായിട്ടൊന്ന് ഷോണിക്കണേ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവൾ എവിടെ ചേച്ചി? അവളവിടെ ഉണ്ട്. പിന്നെ കേശുവേ, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ചേച്ചി പറ ചേച്ചി. സത്യം പറ, അവള് പാവാടാ. അവള് പാവാടേ? അവള് പാവാണെന്ന് പറഞ്ഞതാ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. കൊള്ളാം 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 കൊള്ളാം. ചേച്ചി അങ്ങനെ നൈസിൽ പ്ലേറ്റ് മാറ്റി അങ്ങ് അല്ലേ? എവിടെ അവളവിടെ? വിളി. டே கேசு அவ ரொம்ப பாவண்டா. അയ്യോ പാവണ്ട പാവാട എല്ലാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളെ വിളി. ഇന്നത്തോടെ കഴിഞ്ഞു എല്ലാം. അവളാണ് തുടങ്ങി വെച്ചു. மெர்லின் മോളെ മെർലിനെ. അയ്യോ കേശു അതെ, തനിക്ക് കാര്യങ്ങളൊക്കെ ഫോൺ വിളിച്ച് പറയാനായിരിക്കും താല്പര്യം. പക്ഷെ എനിക്ക്
കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് താല്പര്യം. അപകടത്തിലേക്കാണ് നിന്റെ പോക്ക്. ചേച്ചി മിണ്ടായിരിക്കും. ഓ തന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ട് താനീ ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി എന്നെ മെർലിനെ, ഇവിടെ വെച്ച് എല്ലാം കഴിഞ്ഞ് ഇനി തന്നെ കുറിച്ച് ആലോചിച്ച് ഈ ക്യാഷ് കരയില്ല. അല്ല കരയുന്നുണ്ടോ നോക്കിയതാ. ഏയ് ഈ ചീള് പ്രേമത്തിന്റെ കേസ് പറഞ്ഞ് ക്യാഷ് കരയില്ല. കേശു ചേച്ചി ഒരു തേങ്ങയും പറയായിരിക്കും. കുറെ നേരമായി ഞാൻ കേട്ടോ. മിണ്ടേ ഇന്നത്തോടെ കണക്കുകളെല്ലാം ഞാൻ തീർക്കും. ഇല്ലേ പോവല്ലേ? നല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രാങ്കൊക്കെ ചെയ്യണ്ടേ. എന്നിട്ട് കിടന്ന് മോങ്ങണ്. താൻ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും ഇതിനകത്തുണ്ട്. കൊണ്ടുപൊക്കോ. ഇതോടെ കഴിഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധം അറുത്ത് മുറിച്ച് ഞാൻ. കേശു നീ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഈ പറയണത്. ആലോചിച്ചിട്ടല്ലാതെ നമ്മള് പറയൂ. അല്ല അപ്പൊ നിനക്ക് മെർലിന് പറയാനുള്ളതൊന്നും കേക്കണ്ട? ഞാൻ കേട്ടില്ലേ ചേച്ചി അവൾക്ക് പറയാനുള്ള മൊത്തം. ചേച്ചി ഇനിയൊന്നും പറയണ്ട. അവനൊന്നും മനസ്സിലാവൂല. എന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഉറപ്പിച്ച് ഇവനെ സ്നേഹിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മെർലിന് നീ കരയല്ലേ കേശു? ഞാൻ 1000 വട്ടം എന്നോട് പറഞ്ഞില്ലേ, ആ വ്ളോഗർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. അങ്ങനെ ഒന്നും ചെയ്ത നിനക്കല്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞോ നിന്റെ അടുത്ത് ചോണിക്കരുത്. ആന്റി ഇവന്റെ ഉണക്കപ്രായത്തിന് കാവലിക്കാതെ ആന്റിങ് വന്നേ. അവരായി അവത്തെ പാടായി. മെർലിനെ താൻ കരയില്ല. ചേ മെർലിനെ ഓ താൻ കരയില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല യേശു. തന്നെ താൻ ഒന്നും ചെയ്തില്ല. താൻ തനിക്ക് പറയാനുള്ളൂ ഞാൻ കേക്കാം. പറഞ്ഞോ. ആ വ്ളോഗർ പറഞ്ഞപ്പോ ഞാൻ തമാശക്ക് ചെയ്തു. ആ തന്നെ ഞാൻ വിശ്വസിച്ചു പോരെ. എടോ ഞാൻ ചുമ്മാ ഇതൊക്കെ കെട്ടിപ്പറക്കൊണ്ട് വന്നു. അതിനകത്തൊന്നും ഒന്നുമില്ല, പഞ്ഞി മാത്രമേ ഉള്ളൂ. മെർലിനെ ഇതുണ്ട എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതാ ഞാൻ പറഞ്ഞേ, ഒന്ന് വിശ്വസിക്ക്. തന്നെ ഞാൻ തന്നെ വിശ്വസിച്ചു പോരെ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. താൻ ക്ഷമിക്ക്. സോറി. കരയല്ലേ? ഇങ്ങനെ കരയാൻ കൊള്ളാവോ? കണ്ണോടാ കണ്ണോടാ. താൻ ഇങ്ങനെ ഒരുമായിട്ട് എല്ലാം കൂടെ എല്ലാം കൂടെ ഒലിച്ചിറങ്ങിയിട്ടേ കുറുക്ക അപ്പിട്ടോലുണ്ട് കണ്ണിട്ട്. കരയാൻ കൊള്ളാവോ? ചിരിക്കണോ ചിരിക്കണോ? ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമുണ്ട്. ഞാനല്ല മുമ്മ, അവനാ. നിങ്ങൾ ബ്രേക്കപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോടാ ബ്രേക്കപ്പ്? ബ്രേക്കപ്പ് ഒട്ടിച്ചതാ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.